Hello friends, this is Milan and welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഐഫോണിൻ്റെ ബാറ്ററി റീപ്ലേസ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്, പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾ മസ്റ്റായിട്ടും എല്ലാ ഐഫോൺ യൂസേഴ്സും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസിനും ന്യൂസിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടണും നിങ്ങൾ മറക്കാൻ എനേബിൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആപ്പിൾ മലയാളം ഒഫീഷ്യൽ എന്നാണ്. അത് ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ go follow me on Instagram. Link is in the description and let's get started. അപ്പോൾ നമ്മുടെ ഈ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന വിഷയം ഞാൻ 5 ആയിട്ടാണ് തിരിച്ചേക്കുന്നത്, 5 സ്റ്റെപ്പായിട്ടാണ് ഞാൻ തിരിച്ചേക്കുന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്തിനാണ് നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്യുന്നത്? ബാറ്ററി റീപ്ലേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാവരുടെയും ഐഫോൺ മാത്രമല്ല ഏത് ഫോണായാലും നിങ്ങൾക്കറിയാം ലിഥിയം അയോൺ ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുന്നതനുസരിച്ച് ഏജ് ചെയ്യും, അതിനകത്ത് കെമിക്കൽ ഏജ് ആവും. നമുക്കറിയാം നമ്മുടെ സാധാ ബാറ്ററിയിലാണെങ്കിലും, അതായത് നമ്മൾ ഉദാഹരണത്തിന് റിമോട്ടിനകത്ത് ഉപയോഗിക്കുന്ന ബാറ്ററി, ക്ലോക്കിനകത്ത് ഉപയോഗിക്കുന്ന ബാറ്ററി, ഇതിനകത്തെല്ലാം കെമിക്കലുണ്ട് അല്ലേ. ഈ കെമിക്കൽ ഏജ് ആകുമ്പോഴാണ് ആ ബാറ്ററിയുടെ ചാർജ് അല്ലെങ്കിൽ കപ്പാസിറ്റി കുറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ റിമോട്ടിനകത്തെയും ക്ലോക്കിനകത്തൊക്കെ ബാറ്ററി പീരിയോഡിക്കലി മാറുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളുടെ മൊബൈൽ ഡിവൈസുകൾ. ഇതിനെല്ലാം റീചാർജബിൾ ആയിട്ടുള്ള ബാറ്ററീസാണ്, പക്ഷേ ഇതെല്ലാം കെമിക്കലി ആണ് ഇത് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡിവൈസ് ഉപയോഗിക്കുന്ന അനുസരിച്ച് ഇതിനകത്ത് കെമിക്കൽസിൻ്റെ പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എപ്പോഴാണ് നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്യണം, നമ്മളുടെ ഐഫോണിലെ ബാറ്ററി റീപ്ലേസ് ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന എപ്പോഴാണ്? അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സെറ്റിങ്സിൽ പോവുക, നമ്മളെ ബാറ്ററി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അതിൽ ബാറ്ററി ഹെൽത്ത് ആണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ബാറ്ററി ഹെൽത്ത്. അപ്പോൾ ഈ ഒരു ബാറ്ററി ഹെൽത്തിനകത്ത് നിങ്ങൾക്കിപ്പോൾ നോക്കിയറിയാം, എൻ്റെ ഐഫോൺ 10s സർവീസ് എന്ന് പറഞ്ഞാണ് ഇത് കാണിച്ചത്. അതായത് ബാറ്ററി റീപ്ലേസ് ചെയ്യാനുള്ള സമയമായി എന്നാണ് സർവീസും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സർവീസിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, എനിക്ക് ഇവിടെ ഒരു വാർണിംഗ് മെസ്സേജ് തന്നിരിക്കുന്നത്. ഈ ഒരു വാർണിങ്ങിനെ ബേസ് ചെയ്ത് മാത്രമല്ല നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കുന്നത്. കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മാക്സിമം കപ്പാസിറ്റി എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ബാറ്ററി ഹെൽത്താണ്. അവിടെ നിങ്ങൾക്ക് നോക്കിയറിയാം, എനിക്കിവിടെ 78% ഉണ്ട് ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് എനിക്ക് 78% ഉണ്ട്. പക്ഷേ ഈ ഒരു ബാറ്ററി കപ്പാസിറ്റിന് മാത്രം ബേസ് ചെയ്തല്ല നമ്മൾ ഇപ്പോൾ മാറ്റണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് താഴെ നോക്കിയറിയാം, നമുക്ക് പീക്ക് പെർഫോമൻസ് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് നോക്കിയറിയാം, യുവർ ബാറ്ററി ഈസ് കറൻ്റ്ലി സപ്പോർട്ടിങ് നോർമൽ പീക്ക് പെർഫോമൻസ്. അപ്പോൾ ഇതിലുള്ള ഈ ഒരു പീക്ക് പെർഫോമൻസ് കേപ്പബിലിറ്റി, അപ്പോൾ നമ്മളുടെ ബാറ്ററി വൺസ് ഇത് വളരെ മോശമായി കഴിയുമ്പോൾ അല്ലെങ്കിൽ വളരെ വീക്ക് ആയി കഴിയുമ്പോൾ നമുക്ക് മറ്റൊരു വാർണിംഗ് കൂടെ വരും. അതായത് നമ്മുടെ പീക്ക് പെർഫോമൻസ് കേപ്പബിലിറ്റി നഷ്ടപ്പെട്ടു. അപ്പോഴാണ് നമ്മൾ റിയലി അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ബാറ്ററി മാറ്റേണ്ട കൃത്യമായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പഴയ ഡിവൈസുകളായ ഐഫോൺ 6s, ഐഫോൺ 6s പ്ലസ്, അതുപോലെ ഐഫോൺ SE, ഇതിൽ ഐഫോൺ 6sൻ്റെയും 6s പ്ലസിൻ്റെയും ബാറ്ററി കപ്പാസിറ്റിയുടെ ഡാറ്റ അല്ലെങ്കിൽ ഈ നമ്പേഴ്സ് കാണിക്കുന്നത് അത് ആക്യുറേറ്റേ അല്ല, അത് അത്ര ആക്യുറേറ്റ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ ചെയ്യാൻ പറ്റും. ഐഫോൺ 6s പ്ലസ് 6 യൂസേഴ്സിന് മാത്രമല്ല എല്ലാ ഐഫോൺ യൂസേഴ്സിനും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് നമ്മളുടെ ആപ്പിൾ സപ്പോർട്ട് എന്ന് പറയുന്ന ആപ്പ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അതായത് ഈ ആപ്പിൾ സപ്പോർട്ട് ആപ്പ് ഇത് നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആപ്പിൾ അഡ്വൈസേഴ്സുമായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അവരുമായിട്ട് ചാറ്റ് ചെയ്തിട്ട് നമ്മുടെ ബാറ്ററിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പറയുക. ഒന്നെങ്കിൽ അവർ പറയും, ഇല്ലാന്നുണ്ടെങ്കിൽ അവരോട് പറയണം നമ്മളുടെ ഡിവൈസിൻ്റെ ഡയഗ്നോസ്റ്റിക് ചെക്ക് ചെയ്യാൻ. അത് നമുക്ക് യൂസേഴ്സിനെ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഡയഗ്നോസ്റ്റിക് നമ്മുടെ ഡിവൈസിൻ്റെ ഡയഗ്നോസ്റ്റിക് റിമോട്ട്ലി അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൾ ഓതറൈസ് സെൻറ്ററുകൾ, നിങ്ങൾക്കറിയാം iCare ഇതുപോലത്തുള്ള ഓതറൈസ് സെൻറ്ററുകളുണ്ട്. അവിടെ പോയി നമുക്ക് വേണമെങ്കിൽ ഓൺ ഹാൻഡ്സ് ഈ ഒരു ടെസ്റ്റ് ചെയ്യാം. അതിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ആപ്പിൾ സപ്പോർട്ട് ആപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പം റിമോട്ടിൽ ഇവർ ഈ ഒരു ഡയഗ്നോസ്റ്റിക് ചെക്ക് ചെയ്യും. വിത്തിൻ 2 minutes നമ്മുടെ ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കംപ്ലയിൻസ് ഉണ്ടെങ്കിലും അവർ ചെക്ക് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നമ്മളോട് അറിയിക്കും. ഇതിപ്പോൾ ബാറ്ററിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞുകൊണ്ട്, ബാറ്ററിയുടെ കാര്യം മാത്രമല്ല എന്ത് ഹാർഡ്വെയർ കംപ്ലയിൻറ്റുകളും നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡയഗ്നോസ്റ്റിക് റിമോട്ടിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഈ ഒരു ബാറ്ററി റീപ്ലേസ് ചെയ്യാനുള്ള സമയമായോ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇതിലെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എങ്ങനെ നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്യും. നിങ്ങൾ ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കൊന്നെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഷോപ്പിൽ, തേർഡ് പാർട്ടി ഷോപ്പിൽ പോകാം, പരിചയമുള്ള ഏതെങ്കിലും ഷോപ്പിൽ പോകാം. അതല്ലാന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ ഓതറൈസ് സെൻറ്ററിൽ തന്നെ നിങ്ങൾക്ക് പോയി ചെയ്യാവുന്നതാണ്. ആപ്പിൾ ഓതറൈസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥലപ്പേര് വെച്ച് നെറ്റിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ആപ്പിളിൻ്റെ ഓതറൈസ് സെൻറ്ററുകൾ ലിസ്റ്റ് ചെയ്യും. ഇപ്പോൾ കോട്ടയത്ത് iCare ആണ് ഏറ്റവും ബെസ്റ്റ്. എനിക്ക് ഏറ്റവും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പിളിൻ്റെ ഓതറൈസ് സെൻറ്റർ എന്ന് പറയുന്നത് iCare ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള കാര്യം. അതായത്
ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സംശയം വരുന്നതാണ് നമ്മളുടെ ഡിവൈസ് ഓൺ വാറണ്ടി ആണോ വിത്തൗട്ട് വാറണ്ടി ആണെങ്കിലും എങ്ങനെ നമ്മൾ റീപ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത്. നമ്മളുടെ ഡിവൈസ് നമ്മൾ ഈ പറഞ്ഞ ഐകെയറിൽ അല്ലെങ്കിൽ ഓതറൈസ് സെൻറ്ററിൽ കൊണ്ടുപോകുമ്പോൾ അവരുടെ പ്രൊസീജിയർ അനുസരിച്ച് അല്ലെങ്കിൽ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഡിവൈസ് ഒന്നും കൂടെ ഡയഗ്നോസ്റ്റിക് ചെയ്യും. നമ്മളുടെ ഡിവൈസിന് ഒരു ദിവസത്തെയെങ്കിലും വാറണ്ടി റിമൈനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മളുടെ ഡിവൈസിന് മറ്റെന്തെങ്കിലും കംപ്ലയിൻറ്റും കൂടെ ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ബാറ്ററി റിലേറ്റ് വേണമെന്നില്ല, മറ്റെന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും തകരാറുണ്ടെന്ന് അവർ സ്ഥിരീകരിച്ചാൽ അവർക്കൊന്നെങ്കിൽ ഈ ഡിവൈസ് ഫുള്ളി റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു ദിവസത്തെയെങ്കിലും വാറണ്ടി നമുക്ക് റിമെയിൻ ചെയ്താൽ മാത്രം മതി. ആ ഒരു വാറണ്ടി വെച്ച് നമുക്ക് മറ്റെന്തെങ്കിലും കമ്പോണൻസിന് കംപ്ലയിൻ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഡിവൈസ് കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യാനുള്ള അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതല്ല നിങ്ങളുടെ ഐഫോൺ ഇപ്പോഴും വാറണ്ടിയിലാണ്, നിങ്ങളുടെ ബാറ്ററി മാത്രം മാറിയാൽ മതി എന്നുണ്ടെങ്കിൽ അവരൊന്നും കൂടെ ടെസ്റ്റ് ചെയ്യും. ഡിവൈസിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഡിവൈസിൻ്റെ മറ്റേതെങ്കിലും ഹാർഡ്വെയറിൻ്റെ ഫെയിലിയർ കൊണ്ടാണ് നിങ്ങളുടെ ബാറ്ററിക്ക് ഇത്രയും പെട്ടെന്ന് ബാറ്ററി ഹെൽത്ത് കുറഞ്ഞെന്നുണ്ടെങ്കിൽ അവർ ഫ്രീ ആയിട്ട് നമ്മുടെ വാറണ്ടിയിലുള്ള ഡിവൈസ് ആണെങ്കിൽ ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാറണ്ടി ഉള്ള ഡിവൈസ് ആണെങ്കിലും നമ്മൾ അതിൻ്റെ എമൗണ്ട്, അതായത് ഈ റീപ്ലേസ് ചെയ്യുന്ന, ഇപ്പം എൻ്റെ iPhone XS ഞാൻ റീപ്ലേസ് ചെയ്യാൻ ചെന്നപ്പം എനിക്ക് 6500 സംതിങ് ആയി അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ബാറ്ററിക്ക് മാത്രം 6000 സംതിങ് ആണ്, അതിൻ്റെ സർവീസ് ചാർജും കൂടെ ചേർത്ത് 6500 സംതിങ് ആണ്. പക്ഷേ പലരും ഇപ്പോൾ പറയും, എനിക്കറിയാം തേർഡ് പാർട്ടി സ്റ്റോറുകളിൽ കൊണ്ടുപോകണമെങ്കിൽ ഇതിലും ചീപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസിൻ്റെ ബാറ്ററി മാറാൻ സാധിക്കും. പക്ഷേ ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പം അതൊരു പേഴ്സണൽ ചോയ്സ് ആണ്. അത് നമ്മളുടെ മാത്രം വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായമാണ് അല്ലെങ്കിൽ തീരുമാനമാണ് നമ്മൾ എവിടെ കൊണ്ട് ഇത് മാറണമെന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് തേർഡ് പാർട്ടി പോകണോ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഓതറൈസ് സെൻറ്ററിൽ പോകണോ എന്നുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസാണ്. ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ പ്രൈസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, എൻ്റെ iPhone XS എനിക്ക് കൊണ്ടുപോയപ്പം ബാറ്ററിക്ക് മാത്രം 6K ആണ്. അതുപോലെ iPhone XS മാത്രമല്ല 11 Proയ്ക്കും എനിക്ക് തോന്നുന്നത് ഏകദേശം ഈ സിമിലർ പ്രൈസാണ്. ഇനി 11 Pro Maxൻ്റെ പ്രൈസിനകത്ത് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിലേ ഉള്ളൂ. അതോടൊപ്പം തന്നെ iPhone XS താഴേക്കുള്ള iPhone X, iPhone 7, 8+ ഒക്കെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 5K 4K റേഞ്ചിൽ തന്നെയാണ് ഈ ഡിവൈസുകളിലെല്ലാം ബാറ്ററിയുടെ പ്രൈസ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ചോദ്യമാണ്, നമ്മളുടെ ബാറ്ററി മാറുമ്പം നമ്മളുടെ വാട്ടർ റെസിസ്റ്റൻ്റ് അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് പോകുമോ, അതോടൊപ്പം തന്നെ ബാറ്ററി മാത്രം മാറുമോ, അതോ അതിൻ്റെ കൂട്ടത്തിൽ മറ്റെന്തെങ്കിലും സർവീസ് അവർ ചെയ്യുമോ എന്നുള്ളത്. ഇപ്പോൾ ആപ്പിൾ ഓതറൈസ് സെൻറ്ററിൻ്റെ കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഐകെയറിൽ ഞാൻ അന്വേഷിച്ചപ്പം എൻ്റെ ഫോൺ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പം ഞാൻ അറിഞ്ഞ കാര്യമാണ്. അതായത് ഈ ഒരു iPhone ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ നേരത്ത് ബാറ്ററി നിങ്ങൾക്കറിയാം ബാക്കിൽ സ്റ്റിക്ക് ചെയ്താണ് വെച്ചേക്കുന്നത്. ഒരു ഹീറ്റ് ചീവ് ഉണ്ട്, ആ ഹീറ്റ് ചീവിൽ വെച്ച് സ്റ്റിക്ക് ചെയ്താണ് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തേക്കുന്നത്. അതോടൊപ്പം തന്നെ വാട്ടർ റെസിസ്റ്റൻറ്റിന് വേണ്ടി ഈ ഡിസ്പ്ലേയുടെ ചുറ്റും താഴെയായിട്ട് മറ്റൊരു ഹീറ്റ് ചീവും കൂടെ ഉണ്ട്. അപ്പം ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഡിസ്പ്ലേ മാറ്റുമ്പം ആ ഹീറ്റ് ചീവ് പോകും. അതോടൊപ്പം തന്നെ ഈ ഒരു ബാറ്ററി എടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴത്തെ ഈ ഒരു സ്പീക്കറും അതോടൊപ്പം തന്നെ ഇതിൻ്റെ അടുത്തിരിക്കുന്ന ഹാപ്റ്റിക് എഞ്ചിനും ഇത് രണ്ടും ഊരണം അല്ലെങ്കിൽ മാറ്റണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ബാറ്ററിയുടെ താഴെയിരിക്കുന്ന ആ ഹീറ്റ് ചീവ് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ടെക്നീഷ്യൻസ് പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ നമ്മളുടെ സ്പീക്കർ കമ്പോണൻറ്റ് മാത്രം, ഹാപ്റ്റിക് എഞ്ചിനില്ല, സ്പീക്കർ കമ്പോണൻറ്റ് മാത്രം അവർ റീപ്ലേസ് ചെയ്യും. അതോടൊപ്പം തന്നെ അവർ വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടി തിരിച്ച് നമ്മൾ ഡിസ്പ്ലേ വെക്കാൻ നേരത്ത് നമ്മളുടെ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ആ ഒരു ഹീറ്റ് സീവ് അവർ തിരിച്ചു വെക്കും. ഇനി തേർഡ് പാർട്ടി ഷോപ്പിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞോളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള തേർഡ് പാർട്ടി ഷോപ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കൊണ്ടുപോകുക. അതോടൊപ്പം തന്നെ നിങ്ങൾ അവിടെ കൊണ്ടുപോയി മാറുമ്പോഴും ഈ ഒരു കാര്യം വാട്ടർ റെസിസ്റ്റൻറ്റിനുള്ള ഈ സ്ക്രീനിൻ്റെ ഡിസ്പ്ലേയുടെ താഴെയുള്ള ഹീറ്റ് സീവ് റീപ്ലേസ് ചെയ്യുന്നുള്ളത് കൺഫേം ചെയ്യുക. അപ്പം ഞാൻ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ബാറ്ററി റീപ്ലേസ്മെൻറ്റിൻ്റെ സമയത്ത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിനും വീഡിയോസും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗൈൻ, ദിസ് ഇസ് മീ Milan. Catch you guys in the next video. Till then, peace.